എന്നാൽ ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ അക്കരയ്ക്ക് പോകണം. അവിടെ ഇപ്പോൾ അത്ഭുതങ്ങളല്ല, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. കരയിൽ വെച്ചു മാത്രമല്ല, ഈ നടുക്കടലിലും കാറ്റ് പ്രതികൂലമായാലും ഞങ്ങളുടെ കർത്താവിന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയും എന്നുള്ള പാഠം ശിഷ്യർക്ക് പഠിക്കണമെങ്കിൽ കരയിൽ ക്രിസ്തു ചെയ്യുന്ന രോഗസൗഖ്യങ്ങൾ കണ്ട് തൃപ്തരായിരുന്നാൽ മാത്രം പോരാ. നടുക്കടലിലായാലും ഏത് പ്രതികൂലത്തിലായാലും എൻ്റെ കർത്താവ് വന്ന് കാറ്റിനെ ശാന്തമാക്കി എന്നെ രക്ഷിക്കും എന്നുള്ള പാഠം ഓരോ ശിഷ്യനും പഠിക്കണമെങ്കിൽ അക്കരയ്ക്ക് പോകുവാൻ ക്രിസ്തു അവരെ നിർബന്ധിച്ചിരിക്കണം. നമ്മുടെയും ജീവിതത്തിൽ സുഖകരമായ പ്രതികൂലങ്ങളില്ലാത്ത സാഹചര്യത്തിൽ നമുക്കൊരിക്കലും പഠിക്കാൻ പറ്റാത്ത പല പാഠങ്ങളും നടുക്കടലിൽ അകപ്പെടുമ്പോൾ, കാറ്റ് പ്രതികൂലമാകുമ്പോൾ ആ സന്ദർഭങ്ങളിൽ നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം അപ്പോഴിതാ നമ്മുടെ അടുത്തേക്ക് ക്രിസ്തു വരുന്നു. ക്രിസ്തു എപ്പോഴാണ് വരുന്നത്? പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്നു. ഏകദേശം പുലർച്ചെ സമയമായി, നേരം വെളുക്കാറായി. അപ്പോഴാണ് ക്രിസ്തു നടന്നു ചെല്ലുന്നത്. അതുവരെ ശിഷ്യന്മാരുടെ അവസ്ഥ എന്താണ്? കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. ഒരു കാര്യം ഓർക്കുക, കർത്താവിൻ്റെ വരവിൻ്റെ താമസം ഒരിക്കലും തിരസ്കരണമല്ല. ഗോഡ്സ് ഡിലേയ്സ് ആർ നോട്ട് ഡിനയൽസ്. ഗോഡ്സ് ഡിലേയ്സ് ആർ നോട്ട് ഡിനയൽസ്. 1-ാം യാമത്തിൽ വന്നില്ല എങ്കിലും, 2-ാം യാമത്തിൽ വന്നില്ല എങ്കിലും, 3-ാം യാമത്തിൽ വന്നില്ല എങ്കിലും നിശ്ചയമായും 4-ാം യാമത്തിൽ വരും. ലാസർ മരിച്ചു. 1-ാമത്തെ ദിവസം യേശു ചെന്നില്ല, 2-ാമത്തെ ദിവസവും ചെന്നില്ല, 4-ാമത്തെ ദിവസത്തിലാണ് ചെന്നത്. ഇവിടെ ഇതാ രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ചില കാര്യങ്ങളൊക്കെ വല്ലാതെ വൈകുന്നുവല്ലോ എന്ന് തോന്നുമ്പോൾ നിരാശപ്പെടരുത്. തക്ക സമയത്ത് കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ ശക്തമായ കരങ്ങളുടെ കീഴിൽ താണിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുമെന്ന് നാം പഠിക്കാൻ പോകുന്ന പത്രോസിൻ്റെ ലേഖനത്തിൽ അവസാന അധ്യായത്തിൽ, 1-ാം ലേഖനത്തിൽ അവസാന അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. തക്ക സമയത്ത് കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി പത്രോസ് പലതവണ കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ 4-ാം യാമത്തിൽ ഇനി അവർക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല, അത്രയും കുഴഞ്ഞു, കാറ്റ് പ്രതികൂലമാണ്, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. തക്ക സമയത്ത് കർത്താവ് എത്തി. തക്ക സമയത്ത് കർത്താവ് എത്തി. അല്പസമയം കഴിഞ്ഞ് 4-ാം യാമത്തിൽ ക്രിസ്തു നടന്നു വരുന്നു. ആദ്യം തിരിച്ചറിഞ്ഞില്ല ക്രിസ്തുവിനെ. ക്രിസ്തുവാണെന്ന് മനസ്സിലായപ്പോൾ പത്രോസ് പറയുകയാണ്, ഞാൻ വെള്ളത്തിന്മേൽ നടക്കുവാൻ അങ്ങ് കൽപ്പിക്കണമേ, വരിക. ക്രിസ്തു കൽപ്പിച്ചു. പത്രോസ് ഇറങ്ങി നടന്നു. പക്ഷേ കാറ്റ് കണ്ട് പേടിച്ചു, മുങ്ങുവാൻ തുടങ്ങി. തക്ക സമയത്ത് മുങ്ങി ചാകുന്നതിന് മുമ്പ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. തക്ക സമയത്തുള്ള കർത്താവിൻ്റെ ഇടപെടൽ പത്രോസ് പലതവണ അനുഭവിച്ചിട്ടുണ്ട്. സ്വന്തം അനുഭവത്തിൽ നിന്ന് പത്രോസ് പറയുകയാണ്, നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. അയ്യോ, എത്രയോ മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ഇതിന് ഒരു പരിഹാരമില്ലേ? വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ദൈവഹിതപ്രകാരമുള്ള കാര്യമാണെങ്കിൽ കർത്താവ് നിശ്ചയമായും തക്ക സമയത്ത് പ്രവർത്തിച്ചിരിക്കും. 4-ാം യാമത്തിൽ വരണമേ എന്ന് ഇവർ പ്രാർത്ഥിച്ചില്ല. പക്ഷേ കർത്താവിനറിയാം 4-ാം യാമമാണ് അവരുടെ അരികിലേക്ക് ഞാൻ പോകേണ്ട സമയം. അപ്പോൾ പ്രവർത്തിക്കാനുള്ള നാഴിക വന്നു. അതുകൊണ്ട് പത്രോസ് രേഖപ്പെടുത്തി, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും ഉത്കണ്ഠകളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. നാം വിചാരിച്ച സമയത്തല്ല,
ദൈവത്തിൻ്റെ തക്ക സമയത്ത് ആ കാര്യത്തിൽ കർത്താവ് ഇടപെടും. അങ്ങനെയാണെങ്കിൽ വേവലാതിയുടെ ആവശ്യം ഇല്ല. ഇനി ഇക്കാര്യത്തെക്കുറിച്ച് മർക്കോസ് എഴുതിയിരിക്കുന്നത് വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 45 തൊട്ട്. താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തൻ്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ ബേത്സയിദയ്ക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു. അവരെ പറഞ്ഞയച്ച് വിട്ടയച്ച ശേഷം താൻ പ്രാർത്ഥിക്കുവാൻ മലയിൽ പോയി. വൈകുന്നേരമായപ്പോൾ പടക് കടലിൻ്റെ നടുവിലും താൻ ഏകനായി കരയിലും ആയിരുന്നു. കാറ്റ് പ്രതികൂലം ആകൊണ്ട് അവർ തണ്ടു വലിച്ച് വലയുന്നത് അവൻ കണ്ടു. ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ ചെന്നു. ഇവിടെ ശ്രദ്ധിക്കുക, കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. കാറ്റ് പ്രതികൂലമാകുന്നതും ശിഷ്യന്മാർ തണ്ട് വലിച്ച് വലയുന്നതും കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളായാലും കാറ്റ് പ്രതികൂലമായി നമ്മൾ ആടി ഉലയുമ്പോഴും ആ സാഹചര്യം കർത്താവിന് വ്യക്തമായി അറിയാം. കാരണം 48-ാം വാക്യം, കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ടു. ആര് കണ്ടു? കാറ്റിനെയും കടലിനെയും സകലത്തെയും ഉണ്ടാക്കിയവനാണ് കണ്ടത്. പ്രിയമുള്ളവരെ, നാം കടന്നു പോകുന്ന സകല പ്രതിസന്ധികളും കർത്താവ് കാണുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ ഫറവോയുടെ കീഴിൽ അടിമത്തപ്പണിയിൽ വല്ലാതെ ദുരിതം അനുഭവിച്ചപ്പോൾ അവരുടെ സങ്കടം കണ്ടു, അവരുടെ കരച്ചിൽ കേട്ടു. കർത്താവ് ഒരുവൻ്റെ സങ്കടം കണ്ടാൽ അതിന് പരിഹാരവും വരുത്തും. കർത്താവിനോട് വിശ്വസ്തരായി നിൽക്കുകയാണെങ്കിൽ അതിനുത്തരമുണ്ട്. ശിഷ്യന്മാർ ഇങ്ങനെ കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ചു വലയുന്നത് അവൻ കണ്ടു. പലരും പറയാറുണ്ട്, ആരും എന്നെ സഹായിക്കാനില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ജീവിതമാകുന്ന വഞ്ചി തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആര് കാണാനാ? ആരോട് പറയാനാ? ആർക്കും എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. ശരിയായിരിക്കാം. പക്ഷേ ആരൊക്കെ കണ്ടിട്ടും ആരൊക്കെ സഹതാപം പറഞ്ഞിട്ടും എന്താ കാര്യം? കാണേണ്ടവൻ കണ്ടാൽ മതി. ശിഷ്യന്മാർ കാറ്റ് പ്രതികൂലമായി തണ്ട് വലിച്ച് വലയുന്നത് അവരുടെ ഗുരു കണ്ടു. ഗുരു വെറുതെ ഇരിക്കുകയില്ല. 4-ാം യാമത്തിൽ അത്ഭുതകരമായി അവരുടെ അരികിലേക്ക് വെള്ളത്തിന്മേൽ നടന്നാണ് ഗുരു ചെല്ലുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത്? ഇവർക്കൊരു പാഠം പഠിക്കണം. ഏത് കടലായാലും എത്ര വലിയ ഓളങ്ങൾ കടലിലുണ്ടായാലും ഞങ്ങളെ വിളിച്ച, ഞങ്ങളെ തെരഞ്ഞെടുത്ത ഞങ്ങളുടെ ഗുരു ഈ സമയത്തിൽ ഞങ്ങളെ രക്ഷിക്കും. ആ പാഠം അവർക്ക് പഠിക്കണമെങ്കിൽ ആ രീതിയിലുള്ള കടൽക്ഷോഭത്തിൻ്റെ നടുവിൽ അകപ്പെട്ടിരിക്കണം. കാറ്റിനെയും കടലിനെയും കർത്താവ് ശാന്തമാക്കിയപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യമായി. ഈ കർത്താവ് വാസ്തവത്തിൽ ആരാണ്? കാറ്റിനെയും കടലിനെയും അമർച്ച ചെയ്യുന്ന അവിടുന്ന് എത്രയോ വലിയവനാണ്. ഉടനെ തന്നെ അവർ കർത്താവിനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് സഹതാപമുള്ളവനാണ്. എബ്രായ ലേഖനം 7:25, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. ക്രിസ്തു വഴി പിതാവായ ദൈവത്തെ സമീപിക്കുന്നവരെ ഭാഗികമായിട്ടല്ല, പൂർണ്ണമായി കർത്താവ് രക്ഷിക്കും. അവരുടെ 1-2 ആവശ്യങ്ങളല്ല, അവർക്ക് ന്യായമായി വേണ്ടതെല്ലാം ക്രിസ്തു തക്ക സമയത്ത് കൊടുക്കും. പിന്നെ എന്തിനാണ് വേവലാതി? എബ്രായ ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യം, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. പരീക്ഷയുടെ പ്രതികൂലങ്ങളുടെ ഉഗ്രമായ കാറ്റിൻ്റെ തീവ്രതയും അതിലകപ്പെട്ടാലുള്ള ബുദ്ധിമുട്ടും കർത്താവിനറിയാം. കർത്താവ് തന്നെ വിവിധ പരീക്ഷകളിലൂടെ കടന്നുപോയവനായതുകൊണ്ട് കഷ്ടതകൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ആ കഷ്ടതയുടെയും വേദനയുടെയും തീവ്രത കർത്താവിന് മനസ്സിലാക്കുവാൻ കഴിയും. മനസ്സിലാക്കുക മാത്രമല്ല, നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന്
അതിൽ നിന്ന് നമ്മളെ വിടുവിക്കുകയും ചെയ്യും. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കുവാൻ കഴിവുള്ളവനാകുന്നു. ഇപ്പോൾ ശിഷ്യന്മാർ ഒരു പ്രത്യേക പരീക്ഷ നേരിട്ടുകൊണ്ടിരിക്കുന്നു. തണ്ട് വലിച്ച് വലഞ്ഞിരിക്കുകയാണ്. കർത്താവ് അത് കണ്ടു, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ പരിഭ്രമിക്കരുത്. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ, തണ്ടുവലിച്ചു നീ വലഞ്ഞിടുമ്പോൾ, ഭയപ്പെടേണ്ട, യേശു കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. എബ്രായ ലേഖനം 4:15 നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. ഹല്ലേലൂയ, സ്തോത്രം. ശിഷ്യന്മാർ തണ്ട് വലിച്ചു വലയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഒരു മാലാഖയെ പറഞ്ഞയച്ച് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയില്ല. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. താൻ തിരഞ്ഞെടുത്ത തൻ്റെ സ്വന്തം ശിഷ്യന്മാർ കടലിൽപ്പെട്ട് വലയുന്നത് കണ്ടപ്പോൾ ഗുരു തന്നെ ഇറങ്ങി അവരുടെ അരികിലേക്ക് നടന്നെത്തി. മത്തായി എഴുതിയ സുവിശേഷം 14:24 പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ശിഷ്യന്മാർ യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് പല ഭൂതങ്ങളെയും പുറത്താക്കിയിട്ടുണ്ട്. മാത്രമല്ല യേശുക്രിസ്തു തന്നെ അനേകരിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഇവർ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർ ഇതാ രാത്രിയിൽ ഒരാൾ വെള്ളത്തിന്മേൽ നടന്നു വരുമ്പോൾ അത് ഭൂതമാണെന്ന് പറഞ്ഞ് പേടിക്കുക. എത്ര വിരോധാഭാസം! ഭൂതങ്ങളെ ക്രിസ്തു പുറത്താക്കുന്നത് ഇവർ എത്രയോ തവണ കണ്ടിട്ടുണ്ട്, ഇവരും പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവർ ഒരു ഭൂതത്തെ കണ്ട്, അനേക ഭൂതങ്ങളല്ല, ഒരു ഭൂതത്തെ കണ്ട്, ഭൂതമല്ല, ഇവർ ചിന്തിക്കുകയാണ്, പേടിക്കുകയാണ്. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. നേരത്തെ തന്നെ വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. ശക്തമായ കാറ്റ്, ഞങ്ങൾ വഞ്ചിയോടുകൂടെ വെള്ളത്തിൽ മുങ്ങിത്താഴുമോ, പേടിച്ചിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഒരു ഭൂതം നടന്നു വരുന്നത്. പേടിക്കാതിരിക്കുമോ? രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഇത്രയേയുള്ളൂ ഈ ശിഷ്യന്മാർ. അവരെ പിന്നീട് കർത്താവ് ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. 27-ാം വാക്യം, ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഭൂതമാണെന്ന് വിചാരിച്ച് ശിഷ്യന്മാർ പേടിച്ച് നിലവിളിക്കുകയാണ്. അപ്പോൾ ക്രിസ്തു പറയുകയാണ്, ഉടനെ യേശു. ഇവരുടെ ശക്തമായി നിലവിളി കേട്ടപ്പോൾ ക്രിസ്തു പറയുകയാണ്, ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു.
ശിഷ്യരുടെ ഹൃദയം പേടി കൊണ്ട് നിറഞ്ഞപ്പോൾ ഗുരു പറയുകയാണ്, ഞാനാണ്, പേടിക്കേണ്ട. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഇതുപോലെ കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ കഴിയുന്നത് എത്ര ഭാഗ്യം. വലിയ പ്രതികൂലം, കാറ്റ്, തിരമാല, ക്രിസ്തു നമ്മുടെ അടുത്ത് വന്ന് പറയുകയാണ്, പേടിക്കേണ്ട. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുവാനായി കർത്താവ് പല കാര്യങ്ങളും ചെയ്യും. നമ്മളത് തെറ്റിദ്ധരിക്കും, ഇത് ഭൂതമാണോ? കർത്താവ് തന്നെ നമ്മളെ വിടുവിക്കുവാനായി പല വാതിലുകൾ തുറക്കുമ്പോൾ നമ്മുടെ പരിഭ്രാന്തിയിൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു പോകും, അയ്യോ എനിക്കാകെ പ്രതികൂലമാണല്ലോ, ഇത് ഭൂതമാണോ, ഇതും എന്നെ നശിപ്പിക്കുവാനാണോ? അങ്ങനെ അഥവാ സംശയിച്ചാലും കർത്താവ് പറയും, പേടിക്കേണ്ട, ഇത് ഞാനാണ്. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. 28-ാം വാക്യം. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. ശിഷ്യന്മാരിൽ സാധാരണയായി ഏത് കാര്യത്തിലും ഉടനെ പ്രതികരിക്കുന്നവൻ പത്രോസാണ്. മറ്റുള്ളവർക്ക് മനസ്സിലായി, ഇത് ഭൂതമൊന്നുമല്ല, ഞങ്ങളെ രക്ഷിക്കുവാൻ യേശുവാണ് വെള്ളത്തിന്മേൽ നടന്നു വരുന്നത്. പക്ഷേ അവരാരും പത്രോസ് ചോദിച്ചതുപോലെ ഇങ്ങനെ ചോദിക്കുന്നില്ല. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. പത്രോസിന് ഒരു കാര്യം അറിയാം, ഗുരു കൽപ്പിച്ചാൽ പിന്നെ എനിക്ക് ഏത് വെള്ളത്തിന്മേലും നടക്കാൻ പറ്റും. ഗുരു അത്രയും ശക്തിയുള്ളവനാണ്. കർത്താവേ, നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി. ക്രിസ്തുവാണ് കൽപ്പിക്കുന്നത്, വരിക. അതൊരു ആജ്ഞയാണ്. ഇത് തമാശയല്ല, ക്രിസ്തു കൽപ്പിച്ചിരിക്കുകയാണ്. പത്രോസേ, വരിക, നീ ആവശ്യപ്പെട്ടില്ലേ? കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പത്രോസേ നീ പറഞ്ഞല്ലോ. ശരി, ഞാൻ തന്നെ, വരിക. കർത്താവിൻ്റെ ആ കൽപ്പന, വരിക എന്നുള്ള കൽപ്പന കേട്ടാൽ പിന്നെ പത്രോസിന് വഞ്ചിയിൽ ഇരിക്കാൻ പറ്റില്ല. എങ്ങനെ ഇരിക്കാൻ പറ്റും? ഗുരു കൽപ്പിച്ചിരിക്കുകയാണ്, വരിക. ഗുരു കൽപ്പിച്ചാൽ പിന്നെ വെള്ളമാണോ കാറ്റാണോ ഒന്നും നോക്കാൻ പാടില്ല, ഇറങ്ങുക തന്നെ. പക്ഷേ ഒരു കാര്യം, ഗുരു കൽപ്പിക്കുന്നതിന് മുമ്പ് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ ഗുരു കൽപ്പിച്ചതിന് ശേഷം വരിക, വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിന്മേൽ നടക്കുക എന്ന് ഗുരു പറഞ്ഞാൽ പേടിച്ചിട്ട്, അയ്യോ എനിക്ക് വഞ്ചിയിൽ നിന്ന് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുവാൻ പേടിയാണ് എന്ന് പറഞ്ഞ് വഞ്ചിയിൽ തന്നെ ഇരുന്നാലോ അതും വലിയ അപകടമാണ്. കാരണം ഗുരുവിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായാണ് അപ്പോൾ പ്രവർത്തിക്കുക. ഗുരു പറയുകയാണ്, വരിക. ഗുരു കൽപ്പിച്ചാൽ ഏത് കടലായാലും ഗുരു കൽപ്പിച്ചാൽ വരിക എന്ന് പറഞ്ഞാൽ അനുസരിക്കണം. പത്രോസ് അനുസരിച്ചു. ഗുരു പറഞ്ഞാൽ, വരിക എന്ന് പറഞ്ഞാൽ പിന്നെ മാനുഷിക യുക്തിക്ക് യാതൊരു സ്ഥാനവുമില്ല. എങ്ങനെയാണ് ഒരു മനുഷ്യന് കടലിൻ്റെ മീതെ, വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ പറ്റുക? ഇത്രയും ഭാരമുള്ള പത്രോസ് വെള്ളത്തിൻ്റെ മീതെ ഒരു സ്റ്റെപ്പ് വെച്ചാൽ തന്നെ മുങ്ങിത്താഴും. അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ സ്വന്തം ബുദ്ധിപ്രകാരം ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല. യുക്തിയും ബുദ്ധിയും ഒക്കെ മാറ്റിവെക്കണം. കാരണം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് കൽപ്പിച്ചിരിക്കുകയാണ്, വരിക. പത്രോസ് ഉടനെ തന്നെ വഞ്ചിയിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ച് നടക്കുവാൻ തുടങ്ങി. പത്രോസ് അനുസരിക്കുന്നവനാണ്. തുടക്കത്തിൽ നിൻ്റെ വാക്കിന് ഞങ്ങൾ വല ഇറക്കാം എന്ന് പറഞ്ഞ് വല ഇറക്കിയവനാണ് പത്രോസ്. വലിയ മീൻകൂട്ടവും അന്ന് കിട്ടി. ഇപ്പോഴിതാ ഗുരു പറയുന്നു, വരിക. പത്രോസ് അനുസരിച്ചു. വഞ്ചിയിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചു. ഇന്ന് പലരും ക്രിസ്തു അവരോട് കൽപ്പിക്കുന്നുണ്ടെങ്കിലും
ഇറങ്ങി വരുന്നില്ല, വെള്ളത്തിന്മേൽ കാലെടുത്ത് വയ്ക്കുന്നില്ല, നടക്കുന്നില്ല, പേടിച്ചിരിക്കുകയാണ്. മർക്കോസ് 16:16 വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. സുവിശേഷം വിശ്വസിച്ചാൽ പിന്നെ ജലത്തിൽ മുങ്ങി സ്നാനപ്പെടണം. കൽപ്പനയൊക്കെ അവർക്കറിയാം, ബൈബിളിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ശിശുസ്നാനം ഒന്നുമല്ല ശരി. സുവിശേഷം വിശ്വസിച്ചതിന് ശേഷമാണ് സ്നാനം സ്വീകരിക്കേണ്ടത്. കർത്താവിൻ്റെ കൽപ്പനയൊക്കെ പലർക്കും കൃത്യമായിട്ട് അറിയാം. പക്ഷേ അനുസരിക്കാൻ പേടി. അയ്യോ, ഞാൻ വെള്ളത്തിൽ മുങ്ങിയാൽ എൻ്റെ സഭക്കാർ, എൻ്റെ വീട്ടുകാർ എന്നെ ഉപേക്ഷിക്കില്ലേ, ഞാൻ ഒറ്റപ്പെടില്ലേ? അങ്ങനെ പേടി നിമിത്തം സത്യമറിഞ്ഞാലും ക്രിസ്തു അവരോട് മുങ്ങി സ്നാനം സ്വീകരിക്കുവാൻ പറഞ്ഞാലും അവർ അനുസരിക്കുന്നില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് പലപ്പോഴും പറയുന്നുണ്ട്, വരിക, ഇക്കാര്യം നീ ചെയ്യുക. നമ്മൾ പൂർണ്ണമായി അനുസരിക്കാറുണ്ടോ? ഇവിടെ പത്രോസിനോട് പറയുകയാണ് വരിക. ഉടനെ തന്നെ പത്രോസ് പിന്നെ 2 വട്ടം ചിന്തിച്ചില്ല. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. ക്രിസ്തുവാണ് ഇറങ്ങാൻ പറഞ്ഞത് എങ്കിൽ, വരിക എന്ന് പറഞ്ഞത് എങ്കിൽ ക്രിസ്തുവായിരിക്കണം പറയേണ്ടത്. പിന്നെ കാറ്റിനെ നോക്കരുത്, കടലിലെ ഓളത്തെ നോക്കരുത്. ഇത് വെള്ളമാണല്ലോ, നടക്കാനൊന്നും പറ്റില്ല, അങ്ങനെ ചിന്തിക്കരുത്. ക്രിസ്തുവിൽ നിന്നാണ് കൽപ്പന ലഭിച്ചിട്ടുള്ളത് എങ്കിൽ പരിസരം നോക്കാതെ ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് ചിന്തിക്കാതെ കാലെടുത്ത് വെച്ച് വെള്ളത്തിന്മേൽ നടക്കണം. ഇനി ഒരു കാര്യം, ആരെ നോക്കി നടക്കണം? വിളിച്ചതാരാണ്? കർത്താവിനെ നോക്കി നടക്കണം. തുടക്കത്തിൽ പത്രോസ് അതുതന്നെയാണ് ചെയ്തത്. വരിക എന്ന് പറഞ്ഞപ്പോൾ വഞ്ചിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി, എന്നിട്ട് കർത്താവിനെ നോക്കി നടക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ. കാറ്റിനെ നോക്കുവാൻ ആരാണ് പറഞ്ഞത്? തുടക്കത്തിൽ കാറ്റിനെ നോക്കിയോ? ഇല്ല. തുടക്കത്തിൽ നല്ല വിശ്വാസം, ഗുരുവാണല്ലോ പറഞ്ഞത്. ഉടനെ തന്നെ ഇറങ്ങി ഗുരുവിനെ നോക്കി നടക്കുകയാണ്, കാറ്റിനെ നോക്കുന്നില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ നോട്ടം ഗുരുവിൽ നിന്ന് മാറി കാറ്റിനെ നോക്കുവാൻ തുടങ്ങി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. എബ്രായ ലേഖനം 12-ാം അധ്യായം 1 തൊട്ട്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കി വേണം ഈ വിശ്വാസയാത്ര ചെയ്യുവാൻ. തുടക്കത്തിൽ പത്രോസ് അങ്ങനെ തന്നെ ചെയ്തവനാണ്, യേശുവിനെ നോക്കി നടന്നവനാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ യേശുവിനെ നോക്കേണ്ടതിന് പകരം പ്രതികൂലത്തെ നോക്കി. റിസൾട്ട് എന്താണ്? പത്രോസ് മുങ്ങുവാൻ തുടങ്ങി. അപ്പോൾ യേശു ഇങ്ങനെ ചിന്തിച്ചോ, പത്രോസേ, നീ എന്തുകൊണ്ട് കാറ്റിനെ നോക്കി? ഞാൻ പറഞ്ഞോ നിന്നോട് കാറ്റിനെ നോക്കുവാൻ? ശരി, നീ മുങ്ങിത്താണാൽ അതിന് ഉത്തരവാദി ആരാണ്? നീ തന്നെയാണ്. ഞാൻ നിന്നെ സഹായിക്കുകയില്ല. കൈയും കെട്ടി ഇങ്ങനെ നിൽക്കും. അങ്ങനെയാണോ കർത്താവ് തീരുമാനിച്ചത്? തൻ്റെ ശിഷ്യൻ തൻ്റെ വാക്ക് കേട്ടാണ് ഈ വെള്ളത്തിന്മേൽ കാൽ വെച്ച് നടന്നത്. അവൻ്റെ നോട്ടം പതറി എന്നുള്ളത് ശരിയാണ്. അക്കാരണത്താൽ അവൻ മുങ്ങിത്താഴുവാൻ കർത്താവ് ഒരിക്കലും അനുവദിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വാക്ക് കേട്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ, കാറ്റ്, ഓളങ്ങൾ കണ്ട് അല്പം മനസ്സ് പതറിയാലും അതിൻ്റെ ആവശ്യമില്ല.
നമ്മൾ മുങ്ങിത്താഴാൻ തുടങ്ങുമ്പോൾ നിനക്ക് അങ്ങനെ തന്നെ വേണം, നീ അല്പവിശ്വാസിയാണ് എന്ന് പറഞ്ഞ് കർത്താവ് നമ്മെ സഹായിക്കാതെ മുഖം തിരിക്കുന്നവനല്ല. തൻ്റെ ശിഷ്യൻ്റെ ബലഹീനത അതെല്ലാം കർത്താവിനറിയാം. ശിഷ്യൻ പത്രോസ് മുങ്ങിത്താഴുമ്പോൾ ഇതാ ഗുരു അവൻ്റെ കൈക്ക് പിടിച്ച് അവനെ നിർത്തുകയാണ്. എന്നിട്ട് ഒരു ശാസനയും, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു. നമ്മുടെയും ജീവിതത്തിൽ ചില അല്പവിശ്വാസം വരുമ്പോൾ കർത്താവ് ശാസിക്കും, നമ്മയും ഒരു പാഠം പഠിപ്പിക്കും. എന്നാൽ ക്രിസ്തുവിനെ നോക്കി അവിടുത്തെ വിളി കേട്ട് ഇറങ്ങിയവരാണ് നമ്മളെങ്കിൽ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് സകലവും വിട്ട് അനുഗമിച്ചവനാണ്. അവൻ്റെ ജീവിതത്തിൽ ചില സംശയങ്ങളും എടുത്തുചാട്ടവും അബദ്ധവും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കർത്താവിനറിയാം, അവൻ എൻ്റെ വിളി കേട്ട് സകലവും വിട്ട് എന്നെ അനുഗമിച്ചവനാണ്. അവന് അല്പവിശ്വാസം വന്നാലും ഞാൻ അവനെ തള്ളിക്കളയുകയില്ല. നിത്യമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നിത്യമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നിത്യമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 14:29 തൊട്ട്, വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. ഏതെങ്കിലും രീതിയിൽ അവിശ്വാസത്താൽ തന്നെ നമ്മൾ മുങ്ങിത്തുടങ്ങുകയാണെങ്കിൽ ഉടനെ തന്നെ പത്രോസ് നിലവിളിച്ചതുപോലെ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കണം. തൻ്റെ ഭക്തൻ്റെ നിലവിളി കേട്ട് മുഖം തിരിക്കുവാൻ ഒരിക്കലും ഗുരുവിന് സാധ്യമല്ല. അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ ഇപ്പോൾ യേശുവും പത്രോസും രണ്ടുപേരും വെള്ളത്തിന്മീതെ നടന്ന് വഞ്ചിയിലേക്ക് കയറി. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ഇപ്പോൾ ശിഷ്യന്മാർക്ക് ബോധ്യമായി, ഏത് നടുക്കടലിൽ അകപ്പെട്ടാലും എത്ര ശക്തമായ കാറ്റടിച്ചാലും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി ഞങ്ങളുടെ പ്രാണനെ രക്ഷിക്കുവാൻ ഈ സർവശക്തനായ യേശു ക്രിസ്തുവിന് കഴിയും. അവിടുത്തെ അത്ഭുതകരമായ ശക്തി ആ നടുക്കടലിൽ ശിഷ്യന്മാർ നേരിട്ട് അനുഭവിച്ചപ്പോൾ ആരും പറഞ്ഞില്ല യേശുവിനെ ആരാധിക്കുവാൻ. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു അഥവാ ആരാധിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞില്ല എന്നെ ആരാധിക്കേണ്ട കാര്യമില്ല എന്ന്. അവർ ആരാധിച്ചു. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ, തണ്ടുവലിച്ചു നീ വലഞ്ഞിടുമ്പോൾ, ഭയപ്പെടേണ്ട യേശു കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ, തണ്ടുവലിച്ചു നീ വലഞ്ഞിടുമ്പോൾ, ഭയപ്പെടേണ്ട യേശു കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്.